ഹായ് ഓൾ, ടിങ്കിൾ ടിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട്. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ഇന്നൊന്ന് കാണിക്കാൻ പോകുന്ന ഒരു ഫുഡ് ബ്ലോഗാണ്. അതിനുവേണ്ടി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. പൊറോട്ടയാണ് അവർക്ക് വേണ്ടി കഴിക്കാൻ എടുക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ കാണാം. ബീഫ് കറിക്ക് വേണ്ടി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളി, ചെറിയ ഉള്ളി. പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. അതിലേക്ക് നമുക്ക് സബോള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കണം, കാണിക്കാൻ പറ്റുമോ? അല്പം ഉപ്പ് കൂടി ചേർത്ത് അതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം. നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴറ്റിയ സവോളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോളയുടെ ഇതിലേക്ക് മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിലൂടെ നമുക്ക് പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം. അതിനകത്തോട്ട് മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ തന്നെ ബീഫ് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബീഫാണ്. ആ ബീഫ് നമ്മുടെ ഈ മസാലയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കറി ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി പൊറോട്ട സെറ്റ് ചെയ്തെടുക്കാം. പൊറോട്ട കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ് നമ്മുടെ അമ്മൂനും ചെറുക്കനും വിരുന്നായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള ഫുഡാണ് ഉണ്ടാക്കിയത്. അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ കൊള്ളാമെന്നാണ് പറഞ്ഞത്.